ശ്രീ റെജി ലൂക്കോസ്, കടുത്തുരുത്തിയിലാണ് ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം അണികൾക്കിടയിൽ കിട്ടിക്കഴിഞ്ഞില്ലേ? സജീവമാണ് ജോസ് കെ മാണി ഇപ്പോൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ. അല്ല, മഞ്ജുഷ, ഈ വാർത്ത ഒരു പരിധിവരെ ശരിയാണ്. അദ്ദേഹത്തിന് കടുത്തുരുത്തിയും പാലായും ഒരേ രീതിയിൽ ആംബിയൻസ് ഉള്ള ഒരു നേതാവാണ് ജോസ് കെ മാണി. പാലായെ സംബന്ധിച്ചോളം പാലായിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ പരാജയം ഏതാണ്ട് 13,000 വോട്ടിന് മുകളിലായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹം ഭയന്നോടുക എന്നുള്ളൊരു നരേഷൻ ഉണ്ടാക്കാനായിട്ട് ചില മാധ്യമങ്ങളും ചില പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വസ്തുത അതല്ല. കടുത്തുരുത്തിയും പാലായും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാര്യമായിരുന്നില്ല. കാരണം രണ്ടും ഒരേ നേച്ചറിലുള്ള രണ്ട് മണ്ഡലങ്ങളാണ്. ജോസ് കെ മാണി കടുത്തുരുത്തി നിന്നാലും പാലായും നിന്നാലും ഇത്തവണ വിജയം ഉറപ്പാണ്. കടുത്തുരുത്തിയിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം വലിയ രീതിയിൽ ശ്രദ്ധേയമായ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നുണ്ടായിരുന്നു, യാതൊരു തർക്കവുമില്ല. കടുത്തുരുത്തിയിൽ അദ്ദേഹം മത്സരിക്കണമെന്നുള്ളവരും കടുത്തുരുത്തിയിലെ പാർട്ടി നേതാക്കന്മാരും കടുത്തുരുത്തിയിലെ CPM നേതാക്കന്മാരും CPI അണികളും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. മഞ്ജുഷ അറിയാം, മഞ്ജുഷ മണ്ഡലത്തിനടുത്തുള്ള ഒരാളല്ലേ. കടുത്തുരുത്തി ഏതാണ്ട് 10-25 വർഷമായിട്ട് തന്നെ വികസനത്തിന് വളരെ പുറകിലാണ്. പുറകിലെന്ന് മാത്രമല്ല, പല പദ്ധതികളും അവിടെ കൊണ്ടുവരുന്നതിൽ അവിടെ ജനപ്രതിനിധികൾ മടിച്ചു നിൽക്കുകയാണ്. സർക്കാരിനെ കുറ്റപ്പെടുത്തി മാത്രമാണ് അവിടെ ജയിച്ചു പോകുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യം കടുത്തുരുത്തി മാറി. കടുത്തുരുത്തിയിൽ അനേകം വിദേശ സഞ്ചാരികളുണ്ട്. കൂടാതെ കടുത്തുരുത്തിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലാണ് അപ്പർ കുട്ടനാടിന്റെ വലിയൊരു പോർഷൻ. അവിടെ വികസനത്തിന് വലിയ സാധ്യത ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രയോജനപ്പെടുത്താതെ ഈ മണ്ഡലത്തിനെ പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ജോസ് കെ മാണിയെ പോലെ, അതുപോലെ തന്നെ സയൻസ് സിറ്റി കൊണ്ടത് ജോസ് കെ മാണിയെ പോലെ ഒരാൾ മത്സരിച്ചു കഴിഞ്ഞാൽ കടുത്തുരുത്തിയുടെ ചിത്രം മാറുന്നുള്ളവരും കടുത്തുരുത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് കടുത്തുരുത്തിലെ ജനങ്ങൾ വോട്ടർമാർ നല്ലൊരു ഭാഗവും അത് ആഗ്രഹിക്കുന്നു എന്നുള്ള വസ്തുത. ഒരു കാര്യം ഉറപ്പാണ്, എനിക്കും ഏകദേശം ധാരണയുണ്ട് ജോസ് കെ മാണി കടുത്തുരുത്തി മത്സരിക്കുന്നുള്ളവരും. കടുത്തുരുത്തി മത്സരിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ അത് പാലായെ എഫക്ട് ചെയ്യും, അതുപോലെ പല മണ്ഡലങ്ങളെ എഫക്ട് ചെയ്യും. വലിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നിങ്ങളുടെ റിപ്പോർട്ട്. റെജി ലൂക്കോസ് നേരത്തെ സ്റ്റീഫനുമായിട്ട് സംസാരിച്ചിരുന്നു. സ്റ്റീഫൻ പറയുന്നത് അതൊന്നുമല്ല, അത് സാധാരണ കുടുംബ സംഗമങ്ങൾ നടത്തുന്നു, ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നതൊരു സാധാരണ കാര്യം തന്നെയാണ്. അദ്ദേഹം പാലായിലും അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എല്ലായിടങ്ങളിലും ജോസ് കെ മാണി ഓടിയെത്താറുണ്ട് എന്നാണ് സ്റ്റീഫൻ പറയുന്നത്. അല്ലാതെ കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളത് തെറ്റായ കാര്യം ആണെന്നാണ്. പക്ഷേ കൃത്യമായ കാര്യമാണല്ലോ ഇത്. കാരണം എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ജോസ് കെ മാണി ഇതിനകം സഞ്ചാരം നടത്തി കഴിഞ്ഞു. അതുമാത്രമല്ല, കൺവെൻഷനുകൾ, ഈ കുടുംബ സംഗമമൊക്കെ വിളിച്ചു കൂട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയല്ലേ നടക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു, ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം ജോസ് കെ മാണി പാലായിലും കടുത്തുരുത്തിയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു MP ആണ്. എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പൊ കടുത്തുരുത്തിയെ മാത്രം ലൊക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നത്. കാരണം പാലായിൽ പഴയതുപോലെയല്ല. പാലായിൽ ജോസ് കെ മാണിക്കുള്ള ജനപ്രീതി വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്ന ഒരു കുറ്റബോധം പാലായിലെ വോട്ടർമാർക്കുണ്ട്. കാരണം പാലായിൽ ഒരു ജനപ്രതിനിധി ഉണ്ടെന്നുള്ള പ്രതീത പോലുമില്ല. ഒരു പഴയകാല MLA-മാരുടെ സ്റ്റൈലിൽ നിന്ന് മാറണം. കാരണം യുവതലമുറ ആഗ്രഹിക്കുന്നത് പദ്ധതികളും വികസനം കൊണ്ടുവരാനായിട്ടാ. ശവാടക്കിനോ അല്ലെങ്കിൽ ശവസംസ്കാരത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ മാമോദിസയ്ക്കോ നൂലുകെട്ടിനോ മാത്രം പോയി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന MLA-മാരെ ഇനി ജനം തിരസ്കരിക്കുക. അതല്ല ആവശ്യം. ഇപ്പൊ പാലായിക്ക് മഞ്ജുഷ അറിയാവില്ല, പാലായെ സംബന്ധിച്ചോളം ഒരു കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു വികസനം നടന്ന മിനിസാറിന്റെ കാലത്തുള്ള ഒരു മണ്ഡലമാണത്. കടുത്തുരുത്തിലേക്ക് വരികയാണെങ്കിൽ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് നിസ്സാരക്കാരനല്ല. ഏത് വിപരീത സാഹചര്യം ഉള്ളപ്പോഴും അദ്ദേഹം ജയിച്ചു വരാറുണ്ട്. സ്റ്റീഫനോട് തോറ്റിരുന്നു ഒരു തവണ, അതല്ലാതെ അദ്ദേഹത്തിന് ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരു LDF തരംഗം പോലെ തന്നെ ഉണ്ടായിട്ട് പോലും മോൻസ് ജയിച്ചു അവിടെ കടുത്തുരുത്തിയിൽ. അപ്പോൾ കടുത്തുരുത്തിക്കാർക്ക് മോൻസ് അത്രമേൽ പ്രിയപ്പെട്ടയാളാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കടുത്തുരുത്തിയിൽ കുറെ നാളുകളായിട്ട് ഏതാണ്ട് അരനൂറ്റാണ്ടായിട്ട്, 25 വർഷമായിട്ട് അതിലൊരു പ്രാവശ്യം മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. മോൻസ് ജോസഫ് അവിടെ ജയിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് മഞ്ജുഷിന്റെ ചർച്ചയിൽ പറഞ്ഞത്, കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ അർഹമായിട്ടുള്ള ഒരു പദ്ധതിയോ ഒരു വികസനമോ കടുത്തുരുത്തി കൊണ്ടുവന്നിട്ടില്ല. ഉദാഹരണം, കടുത്തുരുത്തിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് ആശ്രയിക്കുന്ന റോഡാണ് കടുത്തുരുത്തി പെരുവ പിറവം വഴിയുള്ള റോഡ്. ആ റോഡ് കഴിഞ്ഞ 8-9 വർഷമായിട്ട് പൊട്ടിപ്പൊളിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇതുവരെ അതിനൊരു മുൻകൈ എടുത്ത് ആ റോഡൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും MLA-ക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ള. അപ്പൊ അതുകൊണ്ട് കടുത്തുരുത്തിയെ സംബന്ധിച്ചോളം ആ ജനപ്രതിനിധികളെ ഇടിഞ്ഞു കഴിഞ്ഞ് ജോസ് കെ മാണി വന്നാൽ ജോസ് കെ മാണിക്ക് ഒരു എതിരാളി പോലും മോൻസ് ജോസഫ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കടുത്തുരുത്തി ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് വളരെ വ്യക്തമാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം കടുത്തുരുത്തിയിലോ പാലായിലോ അത് എവിടെ നിൽക്കുന്നുള്ള കാര്യം പറയാനൊന്നും ഞാനാളല്ല. അത് ആ പാർട്ടിയും LDF തീരുമാനിക്കേണ്ട. നിന്ന് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധേയമായ ഒരു പോർട്ട്ഫോളിയോ മന്ത്രിസഭ അദ്ദേഹത്തിന് ലഭിക്കും. വളരെ ഭാവനാസമ്പന്നനായ ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം ഇപ്പൊ
ITI ട്രിപ്പിൾ IT പാലായി കൊണ്ടുവന്നു. ഇത് ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3000-ഓളം കുട്ടികളോടെ പഠിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം അവിടെ നിർമ്മല സീതാരാമൻ വരെ വന്ന് സന്ദർശിച്ചു. അതുപോലെ തന്നെ കേരളത്തിന്റെ അഭിമാനമായ ഒരു നേട്ടമാണ് സയൻസ് സിറ്റി. ഈ സയൻസ് സിറ്റിയെ സംബന്ധിച്ചോളം അത്രയ്ക്ക് ഭാവനാ സമ്പന്നനായ ഒരു MP മാത്രമേ അത് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഏതാണ്ട് 3 വർഷക്കാലം ഈ ജോസ് കെ മാണി 100ഓളം മീറ്റിംഗുകൾ അതിനുവേണ്ടി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, കേന്ദ്രത്തിലും സംസ്ഥാന തലത്തിലും. അങ്ങനെയുള്ള ഒരു MP അല്ല കടുത്തുരുത്തി പോലൊരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ നിശ്ചയമായിട്ടും ഈ പുതിയ കാലത്തിന്റെ വോട്ടർമാർ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യും. അല്ലാതെ ഗിമ്മിക്സ് കൊണ്ടും. ലൂക്കോസ്, എന്തായാലും താങ്കൾ ഈ സാധ്യത തള്ളിക്കളയുന്നില്ല. സാധ്യതയെന്നല്ല, ജോസ് കെ മാണി കടുത്തുരുത്തിയിലായിരിക്കും മത്സരിക്കാൻ പോകുന്നത് അല്ലേ? അല്ല, ഞാൻ ആ സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അവിടെ വരണം എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അവിടെ മത്സരിക്കണമെന്നുള്ളത്, പിന്നെ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അല്ല, മുന്നണിക്ക് ഇക്കാര്യത്തിൽ CPM ഇക്കാര്യത്തിൽ എന്തായാലും എതിർപ്പ് ഉണ്ടാവുകയില്ലല്ലോ. കാരണം CPM ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അത് മാത്രമല്ല, അത് കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റാണ്. കേരള കോൺഗ്രസ് എം തന്നെയാണ് തീരുമാനിക്കേണ്ടത് കടുത്തുരുത്തിയിൽ ആര് വരണമെന്ന്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തില്. CPM സംബന്ധിച്ചോളം അത് ജോസ് കെ മാണി കടുത്തുരുത്തി വരുവാണെന്നുണ്ടെങ്കിൽ 100% അത് സ്വാഗതം ചെയ്യും. അത് തീരുമാനിക്കേണ്ട ജോസ് കെ മാണി ആ പാർട്ടിയാണ്. കടുത്തുരുത്തിയിലെ അദ്ദേഹത്തിന്റെ സാധ്യത വളരെ 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 കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, റജി ലൂക്കോസ്.